മൈ ട്രാവൽ ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ കൂടെ ഒരു വൺ ഡേ ട്രിപ്പാണ്. മലപ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്, അട്ടപ്പാടി, മുള്ളി വഴി, മഞ്ചൂർ വഴി ആവലാഞ്ച് ലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലായ മൈ ട്രാവൽ ഡേയ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. മലപ്പുറത്ത് നിന്ന് രാവിലെ തുടങ്ങിയ യാത്ര. ചായ കുടിക്കുന്നതിനായിട്ട് മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. രാവിലെ 5:30 തുടങ്ങിയതാണ് യാത്ര. കൂടെയുള്ളവരൊക്കെ വളരെ ആവേശത്തിലാണ്. എനിക്ക് നന്നായി മനസ്സിലാവും. അട്ടപ്പാടി ഏരിയയാണിത്. അട്ടപ്പാടി ഏരിയയിലെ കൃഷികളും മറ്റു കാരണം നമ്മൾ റോഡ് സൈഡിൽ കാണുന്നത് വാഴത്തോട്ടമാണ്. മറ്റെല്ലാ തരത്തിലുള്ള നാരങ്ങ, നെല്ലിക്ക, സപ്പോട്ട, പേരയ്ക്ക മുതലെല്ലാം ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ വഴിയിലൊരിടത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിട്ട് വണ്ടി നിർത്തിയിരിക്കുന്നത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പൊറാട്ടയും പത്തിരിയും ചായയും പിന്നെ കോഴിക്കറിയാണ് കയ്യിൽ കരുതിയത്. ഞങ്ങളെ കൂടെയുള്ള ഗിരീഷിൻ്റെ അമ്മയാണ് ചിക്കൻ കറി റെഡിയാക്കുന്നത്. വളരെ അടിപൊളി, വളരെ രസമുള്ള, നല്ല എരിവൊക്കെയുള്ള അടിപൊളി കറിയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തിയത്. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായ മുള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഓഫീസാണ്. അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വളരെ കുടുങ്ങുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. ഏതാണ്ട് തമിഴ്നാടിനോട് സാമ്യമുള്ള കാഴ്ചകളാണ് റോഡിൻ്റെ ഒരു സൈഡിലെ വീടുകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തമിഴ്നാട്ടിലെ പ്രതീതിയാണ്. അട്ടപ്പാടി കയറുമ്പോൾ തന്നെ കുറേ തമിഴ് ടച്ചാണ് നമുക്ക് കാണുന്നത്. മുള്ളി ചെക്ക് പോസ്റ്റിൽ, കേരള ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വരുന്നത്. ചെക്ക് പോസ്റ്റിലായി കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞാൽ കുറച്ച് ഏരിയ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ 2 ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടിയുടെ നമ്പർ, ഡീറ്റെയിൽസ്, ആളുകൾ, എത്ര ആളുകളുണ്ട്, എവിടെ പോകുന്നു, മറ്റു കാര്യങ്ങളൊക്കെ 2 ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്യണം. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ അതിർത്തി കടന്നു നമ്മളിപ്പോൾ ചുരം കയറുകയാണ്. 44 ഹെയർ ഡിപ്പെൻഡുള്ള ഒരു ചുരമാണിത്. വളരെ മനോഹരമായ ഇരു സൈഡുകളും നല്ല ഫോറസ്റ്റാണ്. നല്ല നിറയെ മരങ്ങളുള്ള ഒരു ചുരമാണിത്. പകൽ സമയങ്ങൾ മൃഗങ്ങൾ പൊതുവെ കാണാറില്ലെങ്കിലും റോഡിൽ നിറയെ ആനപ്പിണ്ടവും മറ്റും നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിക്ക് കാനഡ സർക്കാരിൻ്റെ സഹായത്തോട് കുറിച്ചൊരു ഡാമുണ്ട്. ആ ഡാമിന് സൈഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അത് വളരെ മനോഹരമായ കാഴ്ചയാണ്. വളരെ ഉയരത്തിലുള്ള സ്ഥലമായതിനാൽ താഴത്ത് മൊത്തം ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടുള്ള ഒരു പ്രദേശമാണ്. വളരെ നല്ല കാഴ്ചയാണ്. സ്ഥിരം നാടുകാണി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു വെറൈറ്റി റൂട്ടാണ് ശരിക്കും മുള്ളി, മഞ്ചൂർ വഴിയുള്ള യാത്ര. വളരെ നല്ലൊരു അനുഭവമായിരിക്കും. ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തി ഞങ്ങൾ ഒരു സൈറ്റ് സീയിങ് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇവിടെ സൈഡിൽ നിന്നാൽ വളരെ ദൂരെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ രീതിയിൽ നല്ല കാഴ്ചകൾ കാണാം. ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം. ബൈക്ക് റൈഡേഴ്സിനൊക്കെ വന്നാൽ വളരെ നല്ലൊരു ഷോട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്ന സ്ഥലം.
അങ്ങനെ ഇപ്പോൾ നമ്മൾ മഞ്ചൂർ എത്തിയിരിക്കുകയാണ്. ഈ മഞ്ചൂരിൽ നിന്ന് ഏതാണ്ട് 16-17 കിലോമീറ്ററാണ് ആവലാഞ്ചിലേക്കുള്ളത്. ഊട്ടി വഴി നാടുകാണി വഴി ഊട്ടിയിൽ നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഊട്ടിയിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരമാണ് ഏതാണ്ട് ആവലാഞ്ചിലേക്കുള്ളത്. അങ്ങനെ ആവലാഞ്ചിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന ഓഫീസിലാണ് നമ്മൾ എത്തിയത്. ടിക്കറ്റ് കൗണ്ടറാണിത്. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാഹനത്തിലാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. 150 രൂപ ടിക്കറ്റ് എടുത്താൽ 2 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ജേണിയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. കുട്ടികൾക്ക് പെർമിഷൻ വരുന്ന കുട്ടികൾക്ക് 75 രൂപയാണ് ചാർജ്. അതുപോലെ തന്നെ 8 പേരുള്ള ഒരു ഗ്രൂപ്പിന് ജീപ്പ് വേണമെങ്കിൽ 2000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഇത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തുള്ള പുറത്തുള്ള സ്ഥലങ്ങളാണ്. പൈൻ ഫോറസ്റ്റാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഒരു വാഹനത്തിൽ 24 ആളുകളെയാണ് കൊണ്ടുപോവുക. 24 ആളായെങ്കിൽ മാത്രമേ വാഹനം പുറപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ജീപ്പ് വിളിച്ച് പോകാൻ പൈസ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് 2000 രൂപ കൊടുത്ത് ജീപ്പ് വിളിച്ച് പോകാം. 8 പേര് വരെ കൊണ്ടുപോകും. അല്പസമയം കിട്ടിയ ഫോട്ടോസും മറ്റായിട്ട് ഞങ്ങൾ ചിലവഴിക്കുകയാണ്. വാഹനത്തിൽ ആളായിട്ടില്ല. അങ്ങനെ എല്ലാവരും വാഹനത്തിൽ കയറി. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫുകൾ വന്നിട്ട് ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ആഹാര സാധനങ്ങളോ ഒന്നും തന്നെ വെള്ളക്കുപ്പികളോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടെ വെക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് അവർ നൽകുന്നത്. അപ്പോൾ യാത്ര പോകുന്ന ആളുകളെല്ലാം സ്വന്തം വാഹനത്തിൽ ആ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിട്ട് വേണം ഈ വാഹനത്തിൽ കയറാൻ. നമ്മൾ ഈ കാണുന്ന ഷോലാസ് എന്ന് പറയും. ഇപ്പോൾ വനത്തിലൊരു വിഭാഗമാണ്. നിത്യഹരിത വനങ്ങളെയാണ് ഷോലാസ് എന്ന് പറയുന്നത്. അത്രയും വലിയ ഏരിയയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ കാണുന്ന വന ഏരിയയാണ് ഷോലാവനങ്ങൾ എന്ന് പറയുന്നത്. ഷോലാസ് എന്ന് പറയുന്നത് വളരെ ഇടതൂർന്ന താഴേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും തിക്ലി ഫോറസ്റ്റ് ഏരിയകളാണ് ഷോലവനങ്ങൾ എന്ന് പറയുന്നത്. ഭവാനി നദി സ്റ്റാർട്ടിംഗ് ആണ് ഭവാനി എന്നാണ്. ഇവിടെ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. ഈ അപ്പർ ഭവാനി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ആവലാഞ്ച് ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടം വരെയാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനത്തിൽ നമ്മളെ കൊണ്ടുവരിക. ഇവിടെ നിന്നാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ആവലാഞ്ച് ലേക്ക്, ഈ ആവലാഞ്ചിൻ്റെ പേര് 1800-ലുണ്ടായ വലിയൊരു ലാൻഡ് സ്ലൈഡ് ആണെന്ന് പറയുന്നു. ഹിമപാതമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലേക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആവലാഞ്ചി എന്ന് പേര് വന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ തടാകത്തിന് ചുറ്റും നിറയെ മലകളാണ്. ഈ മലകൾ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. സീസണൊക്കെ തിരഞ്ഞെടുത്ത് സന്ദർശിക്കുന്നവർക്ക് സീസണുകളൊക്കെ തിരഞ്ഞെടുത്ത് സന്ദർശിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആവലാഞ്ച്.
സ്ഥിരം ഊട്ടി വരുന്ന ആളുകൾ സാധാരണ വരാത്തൊരു സ്ഥലമാണ്. ഊട്ടിയിൽ മറ്റെല്ലാ സ്ഥലം കണ്ട ആളുകൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ആവലാഞ്ച് ലേക്കിൻ്റെ സൈഡിലുള്ള കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യമാണ്. എൻ്റെ കൂടെയുള്ള ആളുകൾ പലതരത്തിലുള്ള ഫോട്ടോ എടുക്കലാണ്. കിടന്നും ഇരുന്നും ചാടിയും മറിഞ്ഞൊക്കെയുള്ള ഫോട്ടോ എടുക്കലാണ്. ആവലാഞ്ചിനെ കുറിച്ചുള്ള മൈ ട്രാവൽ ഡേയ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലായ മൈ ട്രാവൽ ഡേയ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക.